ഇപ്പൊ ബുക്ക് ചെയ്ത് ഷോ വെച്ചിട്ട് ഒരു 1 അവറിനുള്ളിൽ നമുക്ക് ഓൾമോസ്റ്റ് 50% മുകളിൽ നമുക്ക് ബുക്കിംഗ് കഴിഞ്ഞിരിക്കും. അപ്പൊ ആളുകൾ ഭയങ്കരമായിട്ട് എന്താ പറയാ ക്രൗഡായിട്ട് തന്നെ നിൽക്കുകയാണ്. വിവാദം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായി ബാധിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഭയങ്കര തിരക്കാണ്. കാരണം വിവാദം വന്നപ്പോ എന്താണ് ഇതിലുള്ള കാര്യം, അതിൽ സത്യമുണ്ടോ അതോ നുണയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജനങ്ങൾ കയറും. ബുക്കിംഗ് ഇനിയിപ്പോ ഏകദേശം 9-ാം തീയതി വരെ നല്ല ബുക്കിംഗ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം. എല്ലാ ക്രൈം ഓൺലൈൻ പ്രേക്ഷകർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം ഇന്നത്തെ വിവാദം ഏതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഈദ് ദിവസത്തിലും ഈദ് ആഘോഷിക്കുന്ന ദിവസത്തിലും എമ്പുരാൻ തന്നെയാണ് ഏറ്റവും അധികം വിവാദ വിഷയം. എമ്പുരാൻ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്തത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് ബാബറി മസ്ജിദ് പൊളിച്ചതിനെ കുറിച്ചാണ്. ബാബറി മസ്ജിദ് എന്ന് പറയുന്ന വിവാദ സ്ഥലം, അതായത് അയോധ്യ ഭൂമിയും ബാബറി മസ്ജിദും കൂടി ചേർന്ന സ്ഥലത്തെ 2 ഭാഗങ്ങളായി തിരിച്ച് അതായത് ശ്രീരാമൻ്റെ ആവശ്യമുള്ളവർക്ക് അവിടെ പൂജ നടത്താം, ഇപ്പുറത്ത് ബാബറി മസ്ജിദിൽ പോയി പ്രാർത്ഥന നടത്താം മുസ്ലിങ്ങൾക്ക്. അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു. അതായത് മതേതരത്വത്തിൻ്റെ പ്രതീകമായിരുന്നു ബാബറി മസ്ജിദ് എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ അത് BJP അവരുടെ ഒരു മുദ്രാവാക്യമായി ഉയർത്തുകയും അത് ഹിന്ദുക്കളുടേതാണ്, ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണ് അവകാശപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തുകയുണ്ടായി. അവസാനം ഹിന്ദു കർസേവകർ ആ ബാബറി മസ്ജിദ് പൊളിച്ച ദിവസം ഏറ്റവും അധികം കരിദിനമായിട്ടൊക്കെയാണ്, ഇന്ത്യയിലെ ഏറ്റവും കറുത്ത ദിവസമായിട്ടൊക്കെയാണ് അന്ന് ആഘോഷിച്ചിരുന്നത്. പിന്നീട് എന്തുണ്ടായി? BJP അധികാരത്തിൽ വന്നു. അന്ന് BJPക്ക് അധികാരമില്ലാത്ത സ്ഥലത്ത് BJP അധികാരത്തിൽ വന്നു. ഇന്ത്യയിൽ BJP അധികാരത്തിൽ വന്നു. മാത്രമല്ല ബാബറി മസ്ജിദിൻ്റെ സ്ഥലത്ത് ഒന്ന് പള്ളി ഉണ്ടാക്കാൻ വേറെ സ്ഥലമുണ്ടായി, ഇപ്പുറത്ത് അയോധ്യ ഭൂമി ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രശ്നപരിഹാരമായി. പക്ഷേ ഇന്ത്യയിൽ BJP അധികാരത്തിലെത്തിക്കാൻ വേണ്ടി അദ്വാനിയും അതേപോലുള്ളവരും ചേർന്ന് നടത്തിയ ധീരമായ ആ പോരാട്ടത്തെ അന്ന് നമ്മളെല്ലാവരും വർഗീയ വിഷമായി ചിത്രീകരിച്ചെങ്കിലും പിന്നീട് അത് ആരും തന്നെ ആ വർഗീയ വിഷയമായി ഇപ്പോൾ ചിത്രീകരിക്കുന്നില്ല. ഒരു പരിഹാരമായിട്ടാണ് കാണുന്നത്. ഇന്ത്യയിലെ മതേതരത്തിൻ്റെ പരിഹാരമായിട്ട് കാണുന്നു. അതിന് സുപ്രീം കോടതി തന്നെ വിധി പറഞ്ഞു. ബാബറി മസ്ജിദ് വേറെ സ്ഥലത്ത്, ഇപ്പുറത്ത് അയോധ്യ ക്ഷേത്രം വേറെ എന്നുള്ള നിലവിൽ വന്നു. എന്നിട്ടെന്താണ്? BJP നിരോധിക്കപ്പെട്ടു. അതേപോലെ BJP അധികാരത്തിൽ വന്നില്ലേ? എന്നാൽ നഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ അദ്വാനി അതിനുവേണ്ടി നേതൃത്വം നൽകിയ അദ്വാനിയെ മൂലക്കിരുത്തി നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ BJP ഒരിക്കലും ഒഴിച്ചുകൂടാത്ത ശക്തിയായി വളർന്നിട്ടുണ്ടെങ്കിൽ അത് അയോധ്യ പ്രശ്നം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയും വിവാദപരമായ ഒരു കാര്യം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചെന്നത് ഈ അയോധ്യ പ്രശ്നമാണ്. നമുക്കറിയാം. അതേപോലെ ഗോദ്ര പ്രശ്നം, ഗോദ്രയിൽ തീവണ്ടിക്ക് തീ കൊടുത്തതും എല്ലാം തുടങ്ങിയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് അമിത്ഷായെ പിടിച്ച് ജയിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അവസാനം BJP ഗുജറാത്തിലെ ശക്തമായ പാർട്ടിയോ എത്ര കാലമായി അവർ ഒറ്റയ്ക്ക് ഭരിക്കുന്നു. അവിടുത്തെ ലോക്സഭയിലേക്കുള്ള 26 സീറ്റും BJPയാണ് വിജയിക്കുന്നത്. അപ്പം ഒരു സംഭവത്തെ വിവാദമായാൽ അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അയോധ്യ ഭൂമി പ്രശ്നവും അതേപോലെ ഗോദ്രയിലെ ഗുജറാത്തിലെ ഈ സംഭവങ്ങൾ. ഇതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു സത്യത്തിൽ ഇത്രയും വിവാദമാക്കിയത് ചില സോഷ്യൽ മീഡിയകളും അതുപോലെ RSSും ഒക്കെയാണ്. അങ്ങനെ വിവാദമാക്കിയതോടെ എന്തായി? അതിന് അത് കാണാനുള്ള ആളുകളുടെ തിരക്കായി. മുസ്ലിങ്ങൾ കംപ്ലീറ്റ് ഒറ്റക്കെട്ടായും കാണാനെത്തി. അതോടൊപ്പം പിണറായി വിജയൻ ഫിലിം എത്തിയപ്പോൾ CPM-കാരും എത്തി, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പൂർണ്ണ പിന്തുണയുമായിരുന്നു. ഇപ്പോൾ എന്തായി? ആ പടം ഹിറ്റായി. മോഹൻലാൽ മാപ്പ് പറഞ്ഞതോടെ RSSകാരും അതേപോലെ നമ്മുടെ BJPക്കാർക്ക് അവർക്കും പ്രോബ്ലം തീർന്നു. അവരും ഇപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യണം. നല്ല ഒറ്റ ദിവസം 2 ലക്ഷം ടിക്കറ്റാണ് വിറ്റത് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഏറ്റവും ചുരുങ്ങിയത് 500 കോടി രൂപ ഇതിൽ കളക്ഷൻ കൊയ്യുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ പൃഥ്വിരാജ് MBA-കാരനാണ്. ഓസ്ട്രേലിയയിൽ പോയി MBA ബിരുദം എടുത്ത ആളാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ വിജയിച്ചു. അതായത് എതിരാളികൾക്ക് സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജിനെ ഏറ്റവും അധികം ശത്രുവായി കാണുന്ന ചില ചാനലുകൾ, ഓൺലൈൻ ചാനലുകളുണ്ട്. അവർക്ക് ഈ വിഷയം ഇട്ട് കൊടുത്ത് കത്തിക്കാൻ വേണ്ടി, പൃഥ്വിരാജിനെ അധിക്ഷേപിക്കാൻ വേണ്ടി, ഈ സിനിമയെ അധിക്ഷേപിക്കാൻ വേണ്ടി
അവർ മാക്സിമം കത്തിച്ചു. ഈ പ്രശ്നം നരേന്ദ്രമോദി ഉടനെ ഇടപെടും, പൃഥ്വിരാജും അതേപോലെ മോഹൻലാലും അറസ്റ്റിലാകും എന്നുള്ള വാർത്തകൾ വരെ പ്രചരിച്ചു. ഇതൊക്കെ തന്നെ പൃഥ്വിരാജിൻ്റെ തലയിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ്. ഈ സിനിമ 500 കോടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. 150 കോടി രൂപ ചിലവുള്ള സിനിമ, അത് ഒരു വിവാദമുണ്ടായില്ലായിരുന്നു, ഇത്തരത്തിൽ വിവാദമുണ്ടായില്ലായിരുന്നെങ്കിൽ മാക്സിമം പോയാൽ 100 കോടി രൂപയ്ക്ക് കളക്ഷൻ കിട്ടുമായിരിക്കും. ചിലപ്പോൾ 200 കോടിയിലേക്ക് കടക്കുമായിരിക്കും. ഒരിക്കലും 200 അപ്പുറത്തേക്ക് കടക്കാത്ത സിനിമയ്ക്കാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അതിലൂടെ മാർക്കറ്റ് ചെയ്ത് ഇപ്പോൾ അത് വിജയിക്കാൻ പോണത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ 17 ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി ഗോകുലം മൂവീസ് സെൻസർ ബോർഡിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. ഗോകുലം ഗോപാലനും അതേപോലെ മറ്റുള്ളവരും പറയുന്നത് ഇത് കേന്ദ്ര സെൻസർ ബോർഡ് അംഗീകാരം നൽകിയതാണ്. അതുകൊണ്ട് BJP നേതാക്കന്മാർക്കോ മന്ത്രിമാർക്കോ അതിൽ മിണ്ടാൻ പറ്റില്ല. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനും എല്ലാം ഈ സിനിമയെ പറ്റി എതിരായി ഒന്നും പറഞ്ഞില്ല. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പോലും അതിനെ എതിർത്ത് പറഞ്ഞില്ല. എതിർത്ത് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി തീരും. കേന്ദ്ര സർക്കാരാണ് ഇത് അനുമതി കൊടുത്തത് ഈ പടത്തിന്. അപ്പോൾ ഇതിന് വിവാദമുണ്ടാക്കിയ BJPക്കാർ RSSകാർ പെട്ടു എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ സിനിമയിൽ ആദ്യത്തെ 51 മിനിറ്റുള്ള സമയത്ത് ഗുജറാത്ത് കലാപങ്ങളെ ഓർമ്മിപ്പിക്കുമാറുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് അരങ്ങേറിയിട്ടുള്ളതെന്നാണ് RSS പറയുന്നത്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു വിവാദമയം ആവില്ല. അപ്പം അതിനുള്ള മെറ്റീരിയൽ ആദ്യം തന്നെ പൃഥ്വിരാജ് അതിൻ്റേതായ ഒരു വിങ് ഉപയോഗിച്ച് എല്ലാവർക്കും ഇട്ടുകൊടുത്തു. അതിൽ കൊത്തിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ അതിനെക്കുറിച്ച് വ്യാപകമായ രൂപത്തിൽ തുടർച്ചയായി നിരന്തരം ഒരു ദിവസം തന്നെ 5, 6, 8 വീഡിയോകൾ ചെയ്തു. ആ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു. ആ ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാവരും തന്നെ ഈ സിനിമ കാണാൻ താല്പര്യമുള്ളവരായി. ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ മുഴുവൻ കാണും, മുസ്ലിങ്ങളാണെങ്കിൽ മുഴുവൻ കാണും, ക്രിസ്ത്യാനികളും കാണും. അപ്പോൾ ഈ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ട ആളുകളും ഈ സിനിമ കാണുകയാണ്. ഇപ്പോൾ ഇന്നലെ 2 ലക്ഷം ടിക്കറ്റ് വിറ്റഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്യത്തിൽ ഇതിൻ്റെ എഡിറ്റ് ചെയ്ത ഭാഗം ഒരു ആഴ്ചയെങ്കിലും കഴിഞ്ഞ് മാത്രമേ തിയേറ്ററിലെത്തുള്ളൂ. നാളെ വരും എന്നൊക്കെ പറയുന്ന പ്രചരണമുണ്ടെങ്കിലും അതെല്ലാം അതിൻ്റെ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പെരുന്നാൾ കഴിയണം. പെരുന്നാൾ കഴിയുന്നവരെ ഇത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള തന്ത്രം വൻ വിജയമാക്കിയതാണ് പൃഥ്വിരാജിൻ്റെ വിജയം. പൃഥ്വിരാജ് എന്ന ചാണക്യൻ, അതായത് ബിസിനസ് തന്ത്രജ്ഞൻ ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എമ്പുരാൻ്റെ വിജയം. ലൂസിഫറിലൂടെ വിജയത്തിലൂടെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രഗത്ഭനായ സംവിധായകനായി മാറിയിട്ടുള്ള പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു നടൻ എന്ന പേരിനേക്കാൾ അദ്ദേഹത്തിന് സംവിധായകൻ എന്നുള്ള പേരുണ്ടാക്കാൻ സഹായിച്ചുള്ള പടമാണ് ലൂസിഫർ. ആരും പറയാത്ത കഥ, രാഷ്ട്രീയക്കാർ പണം ഉപയോഗിച്ച് ഇലക്ഷനിൽ പ്രവർത്തിക്കുന്നതും ഭരണം പിടിക്കുന്നതും ഇതിൻ്റെ കഥയാണ്. കള്ളപ്പണം, അതായത് തീവ്രവാദികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പണമുണ്ടാക്കി ആ പണം ഉപയോഗിച്ച് ഇവിടെ ഭരണം പിടിക്കുന്ന ഇതിൻ്റെ ഭാഗമാണ് ലൂസിഫറിലൂടെ നമ്മൾ പുറത്തു വന്നത്. അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് ഭാഗമായി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന എമ്പുരാൻ്റെ വിജയം എന്ന് പറയുന്നത് ഇതിൽ ഹിന്ദു തീവ്രവാദികൾ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദപരമായ കാര്യങ്ങൾ, അത് പ്രത്യേകിച്ചും നമുക്കെല്ലാവർക്കും പറയാം ഗുജറാത്തിലും ഇവിടെയെല്ലാം ഭരണത്തിൽ BJP വരാൻ കാരണം, അതായത് ധ്രുവീകരണം ഉണ്ടാവാൻ കാരണം, അവിടെ BJPക്ക് അനുകൂലമായി ധ്രുവീകരണം, ഹിന്ദുക്കളുടെ ഇടയിൽ വോട്ട് പാറ്റിംഗ് ഉണ്ടാവാൻ കാരണം ഈ ഗോദ്ര സംഭവവും അതേപോലെ ഗുജറാത്ത് കലാപവും എല്ലാമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ആരെന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. അത് ആണെന്നുള്ളത് ധരിപ്പിച്ച് അത് അതേപടി ചിത്രീകരിക്കുകയാണെന്നുള്ളത് വരുത്തിച്ച് ഗർഭിണികളെ പോലും ബലാത്സംഗം ചെയ്യുന്ന ക്രൂരമായ രംഗങ്ങൾ പോലും പകർത്തി അത് പല ആളുകളുടെയും പേരുകൾ ഇതിൽ അന്ന് ഇതിന് നേതൃത്വം കൊടുത്ത ഹിന്ദു തീവ്രവാദിയുടെയായാലും മുസ്ലിം തീവ്രവാദികളുടെയായാലും പേരുകൾക്ക് സാമ്യമുള്ള പേരുകളെല്ലാം വെച്ച് അതിനെക്കുറിച്ച് ചർച്ചകൾ ഇവരെന്നെ ഇട്ടുകൊടുത്ത് അതിൽ കൊത്തിപ്പിടിച്ച് അത് വലിയ വിഷയമാക്കി പൃഥ്വിരാജിനെയും അതേപോലെ സിനിമയും കടന്നാക്രമിച്ചവർക്ക് വലിയ തെറ്റെന്താണെന്ന് പറഞ്ഞാൽ അവരിത് മാർക്കറ്റ് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അവർക്കറിയില്ലായിരുന്നു ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായതിൻ്റെ ഭാഗമായിട്ടാണ് പൃഥ്വിരാജ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുള്ളത്. ഇപ്പോൾ ഒരൊറ്റ ക്ഷമാപണത്തോടെ, അതായത് മോഹൻലാലിൻ്റെ ഒറ്റ ക്ഷമാപണത്തോടെ അത് പങ്കുവെച്ച് ആന്റണി പെരുമ്പാവൂരും അതേപോലെ പൃഥ്വിരാജും പങ്കുവെച്ചതോടെ ഇത് ഹിന്ദു സംഘടനകൾക്ക് RSSനും അതേപോലെ ഹിന്ദു സംഘടനകൾക്കും BJPക്കുമെല്ലാം BJP പ്രവർത്തകർക്കുമെല്ലാം സിനിമ കാണേണ്ട ഉത്തരവാദിത്തമായി.
ഇപ്പോൾ ആദ്യം കട്ട് ചെയ്യാത്ത ഭാഗം കാണാനും കട്ട് ചെയ്ത ഭാഗം കാണാനുള്ള ഒരേ സിനിമ തന്നെ ഒരാൾ തന്നെ 2 തവണ കാണേണ്ട അവസ്ഥയിലേക്ക് എമ്പുരാൻ എത്തിച്ചു. ഏറ്റവും ചുരുങ്ങിയത് പൃഥ്വിരാജ് കണക്കൂട്ടുന്നത് 500 കോടി ഇത് ചരിത്രത്തിലാദ്യമായി മലയാളത്തിൽ കളക്ഷൻ ഉണ്ടാക്കുമെന്നുള്ള കണക്ക് കൂട്ടലാണ്. അതായത് MBA ബിരുദധാരിയായ പൃഥ്വിരാജ് ഒരു സിനിമാ സംവിധായകൻ മാത്രമല്ല, നടൻ മാത്രമല്ല, നല്ലൊരു മാർക്കറ്റിങ്ങിൽ വിജയിക്കാൻ കഴിവുള്ള തന്ത്രജ്ഞൻ കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. അതോടൊപ്പം പാളിപ്പോയതും ഇളിഭ്യരായതും ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന് ഇതിനെ ഏറ്റവും പബ്ലിസിറ്റി ഉണ്ടാക്കിക്കൊടുത്ത ഓൺലൈൻ ചാനലുകൾ ആണെന്നുള്ള കാര്യമാണ് ഏറ്റവും രസകരം. എന്തായാലും വിവാദത്തിലൂടെ ഒരു സിനിമ എങ്ങനെ വിജയിപ്പിക്കാമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് പൃഥ്വിരാജിനോട് ഇപ്പോൾ രാജപ്പ എന്നൊക്കെ പറഞ്ഞ് പല വിശേഷണങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ നാളെ മാറും. അല്ലായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ BJP അധികാരത്തിൽ വരുമായിരുന്നു. അയോധ്യ പൊളിച്ചപ്പോൾ, അതായത് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ പിന്നീട് ഇന്ത്യയിൽ BJP വളരുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു? അത് പിന്നീട് BJP വളർന്നു. അവരുടെ സ്ട്രാറ്റജി കറക്റ്റായിരുന്നു. ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് അത് ഉപയോഗിച്ചത്. രാഷ്ട്രീയ തന്ത്രജ്ഞം, ചാണക്യതന്ത്രം എന്ന് പറയുന്നൊരു കാര്യം, അതിലവർ വിജയിച്ചില്ലേ? അവർ ഭരണത്തിൽ വന്നില്ലേ? ഇപ്പോൾ അവരെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഏറ്റവും ശക്തമായ പാർട്ടിയായിട്ട് ഇന്ത്യയിൽ വളർന്നില്ലേ? നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകം മുഴുവൻ അംഗീകരിക്കുന്ന നേതാവായി മാറിയില്ലേ? അദ്ദേഹത്തെ മുമ്പ് എന്താണ് പറഞ്ഞിരുന്നത്? അമിത്ഷായെ എന്താണ് പറഞ്ഞിരുന്നത്? ഇപ്പോൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതേപോലെ തന്നെയാണ് പൃഥ്വിരാജ്. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി വിജയിച്ചിരിക്കുന്നു. വിവാദങ്ങളിലൂടെ ഒരു സിനിമ വൻ ഹിറ്റാക്കി മാറ്റാമെന്ന് എങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. വിവാദങ്ങളിലൂടെ ഇത് എത്രമാത്രം മാർക്കറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു ചാനലിൽ വന്ന രാഗം തിയേറ്റർ ഉടമയുടെ വാക്കുകൾ. അതൊന്ന് നമുക്ക് കേൾക്കാം. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരക്ക് ഭയങ്കരമായി കൂടിയിട്ട് നമ്മളിപ്പോ നാളെ രാവിലെ 4:30 മണിക്ക് വീണ്ടും ഒരു ഷോയും കൂടി ഇപ്പൊ സ്പെഷ്യലായിട്ട് ഇട്ടിരിക്കുകയാണ്. ഷോ കൂടാതെ നമ്മൾ പുലർച്ചെ ഇപ്പൊ നാളെ ഉണ്ടായിരുന്നില്ല രാവിലെ 4:30 ഷോ, തിങ്കളാഴ്ച അല്ലേ, അപ്പൊ നമ്മളത് ആളുണ്ടാവില്ല എന്നുള്ളൊരു ബേസിൽ ഇപ്പൊ ബുക്ക് ചെയ്ത് ഷോ വെച്ചിട്ട് ഒരു 1 അവറിനുള്ളിൽ നമുക്ക് ഓൾമോസ്റ്റ് 50% മുകളിൽ നമുക്ക് ബുക്കിംഗ് കഴിഞ്ഞിരിക്കും. അപ്പൊ ആളുകൾ ഭയങ്കരമായിട്ട് എന്താ പറയാ ക്രൗഡായിട്ട് തന്നെ നിൽക്കുകയാണ്. ഏകദേശം ഒരു 35,000 ടിക്കറ്റ്സ് ഇപ്പൊ ഏകദേശം ഇവിടെ സെയിലായിട്ട്. അതും ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായി ബാധിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഭയങ്കര തിരക്കാണ്. കാരണം വിവാദം വന്നപ്പോ എന്താണ് ഇതിലുള്ള കാര്യം, അതിൽ സത്യമുണ്ടോ അതോ നുണയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജനങ്ങൾ കയറും. ഇനിയിപ്പോ ഏകദേശം 9-ാം തീയതി വരെ നല്ല ബുക്കിംഗ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ റംസാനൊക്കെയല്ലേ വരുന്നത്, അപ്പൊ അതിനനുസരിച്ച് ബുക്കിംഗ് ആളുകൾ വരാനാണ് സാധ്യത നമ്മൾ കണക്കാക്കുന്നത്.